ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. ഞാൻ സരസ്വതി, നെയ്യാറ്റിൻകരയിലാണ് താമസം. ഏകദേശം 3 വർഷത്തോളമായി എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മുൻപൊരിക്കൽ ഞാൻ യൂട്യൂബിൽ പറഞ്ഞിരുന്നു. ഇന്ന് വീണ്ടും ഭഗവാന്റെ അവദാനങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് ഭഗവാൻ ഭാഗ്യം തന്നു. അതിന് ആദ്യമേ നന്ദി പറയുന്നു. എന്തൊക്കെ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയെന്ന് എല്ലാം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഭഗവാനെ എല്ലാം എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവരണേ. ഞങ്ങളിവിടെ വരുന്നതിന് മുൻപായിട്ട് അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെ എനിക്കും എൻ്റെ ഭർത്താവിനും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന് വരെ ഭഗവാന്റെ കൃപ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പോകുന്നു. ഞാനിവിടെ വന്ന സമയത്ത് അമ്മയോട് ചോദിച്ച, അമ്മ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്നും കിട്ടുന്ന ഈ അനുഭവങ്ങൾ ഞാൻ മറ്റുള്ളവരോട് പറയട്ടെ എന്ന് അമ്മ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ധാരാളം ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു. ഒരുപാട് പേരെ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. വന്നതിൽ കുറച്ച് പേർ മാത്രമാണ് ഇവിടെ പിടിച്ചു നിന്നത്. ഇവിടെ ഏറ്റവും അത്യാവശ്യം അനുസരണയാണ്. അനുസരണ ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും പിടിച്ചു നിൽക്കാം. ഭഗവാന്റെ കടാക്ഷം എല്ലാവർക്കും കിട്ടും. ഭഗവാനെ ധിക്കരിച്ചാൽ അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുകയില്ല. അമ്മ വഴക്ക് പറയും. അമ്മ കാര്യമാണ് പറയുന്നത്, അത് വഴക്കായിട്ട് തോന്നുകയും അങ്ങനെ ഈ സൗഭാഗ്യം കളഞ്ഞിട്ട് പോയ ധാരാളം ആൾക്കാരുണ്ട്. ഞങ്ങളെന്നും ഇവിടെ ഇതാ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാം തരണം ചെയ്ത് ഞങ്ങളിന്നും ഭഗവാനെ അമ്മയെ പിടിച്ചു നിൽക്കുകയാണ്. ഞാൻ നേരത്തെ യൂട്യൂബിൽ പറഞ്ഞു, ഭഗവാനും ഭക്തനും ഇടയിലുള്ള ഒരു മീഡിയേറ്ററാണ് അമ്മയെന്ന്. ഇന്ന് ഞാൻ പറയുന്നു, അമ്മ അവതാരമാണ്. എനിക്ക് യാതൊരു സംശയവുമില്ല, കലിയുഗ അവതാരമാണ് അമ്മ. ഞാൻ ഒരാളിനോട് അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പം അയാൾ എന്നോട് പറഞ്ഞു, ആൾ ദൈവങ്ങളെ അയാൾക്ക് വിശ്വാസമില്ല, ആൾ ദൈവങ്ങളാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, ഭഗവാന്റെ 10 അവതാരങ്ങളിൽ മത്സ്യം, കൂർമ്മം, വരാഹം, അത് കഴിഞ്ഞിട്ടുള്ള അവതാരങ്ങളെല്ലാം മനുഷ്യ അവതാരങ്ങളിലെ വാമനായാലും പരശുരാമനായാലും ശ്രീകൃഷ്ണ ഭഗവാനായാലും എല്ലാം മനുഷ്യനായിട്ടല്ലേ ജനിച്ചത്. അവരെല്ലാം മനുഷ്യനായിട്ടല്ലേ വളർന്നത്. അതുപോലെ 10ാമത്തെ അവതാരം തന്നെയാണ് അമ്മ. കൽക്കി അവതാരം തന്നെയാണ് അമ്മ. ഒരു എഴുത്തുകാരിയല്ല, ഒരു കവയത്രിയല്ല. പക്ഷേ അമ്മ എഴുതുന്ന ഓരോ പാട്ടുകളും വളരെ ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന പാട്ടെന്നാണ് അമ്മ പറഞ്ഞത്. ആ ഓരോ പാട്ടും വളരെ അർത്ഥവത്തായ പാട്ടാണ്. അത് ഓരോന്നും
ഒരു പ്രാവശ്യം കിട്ടിയ ഒരു പാട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ അടുത്ത് വരുമ്പം അതിനേക്കാൾ മെച്ചം, അടുത്തത് അതിനേക്കാൾ മെച്ചം, എല്ലാ പാട്ടുകളും അമ്മ അതുപോലെ തന്നെയാണ്. 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് ഇപ്പോൾ 3ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് ഓരോന്നും ഇവിടെ വരുന്ന ഓരോ വ്യക്തിയുടെയും അമ്മയുടെയും അനുഭവങ്ങളാണ്. അതെല്ലാം ദൈവികമായ സിദ്ധ തന്നെയാണ്, അതിന് യാതൊരുവിധ സംശയമില്ല. ഞങ്ങൾ വീട് വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും ബുദ്ധിമുട്ടാണ് കുടിവെള്ള പ്രശ്നം. എത്ര പ്രാവശ്യം ഞങ്ങൾ എന്തെല്ലാം ശ്രമിച്ചു, ഒരിക്കൽ പോലും അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നിഷ്പ്രയാസം ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു. ഞങ്ങളുടെ അപകടങ്ങളെല്ലാം മാറ്റി തന്നു. ഞാൻ നേരത്തെ യൂട്യൂബിൽ പറഞ്ഞിരുന്നു, ഞാൻ തൈറോയിഡും പ്രഷറുമുള്ള ഒരു വ്യക്തിയായിരുന്നു. 3 വർഷം കൊണ്ട് എനിക്ക് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. ഭഗവാൻ എല്ലാം മാറ്റി തന്നു, എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ തന്നു, ആരോഗ്യപരമായിട്ടും എല്ലാം തന്നു. ഒരു ദിവസം നമുക്ക് തലവേദന വരും, കൈവേദന വരും, അമ്മയെ വിളിക്കും, അമ്മ തലവേദനയാണ്. അമ്മ പറയും, ഒരു തുളസിപ്പൂ ഇന്ന അമ്പലത്തിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു റോസാപ്പൂ ഇന്ന അമ്പലത്തിൽ വെച്ചാൽ മതി. നമ്മളത് കൊടുക്കാമെന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന മന്ത്രം പറയുക. നമ്മൾ ആ മന്ത്രം പറയും, കുറച്ച് കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. അപ്പം വളരെ വലുതായിട്ട് നമുക്ക് തോന്നുന്നത് നിസ്സാരം പോലെ അമ്മ മാറ്റിത്തരികയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യം, അമ്മ അവതാരം തന്നെയാണ്. 9 അവതാരങ്ങളും നേരത്തെ ഉണ്ടായ എല്ലാ അവതാരങ്ങളും പുരുഷന്മാരായിരുന്നു. 10ാമത്തെ അവതാരം സ്ത്രീയാണ്. അത് യാതൊരു സംശയവുമില്ല. മനുഷ്യനായിട്ട് ജനിച്ചാൽ എല്ലാവർക്കും മനുഷ്യൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശ്രീകൃഷ്ണ ഭഗവാൻ ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു. എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നേരത്തെ തന്നെ കംസനെ വധിച്ചില്ല? അപ്പം എല്ലാത്തിനും ഒരു സമയമുണ്ട്. യേശുദേവൻ മനുഷ്യനായിട്ട് ആണ് ജനിച്ചത്. മനുഷ്യൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ദൈവമായിട്ട് യേശുദേവനെ കാണുന്നില്ലേ? അതുപോലെ അമ്മ കൽക്കി അവതാരം തന്നെയാണ്, അതിന് യാതൊരുവിധ സംശയവുമില്ല. ആ മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് മാനുഷികമായ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കും. അത് കഴിഞ്ഞാൽ മാത്രമേ, അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പണ്ട് നമ്മുടെ പുരാണങ്ങളിലെല്ലാം വായിക്കുന്നതും അങ്ങനെയല്ലേ? ശ്രീരാമദേവൻ എന്തെല്ലാം അനുഭവിച്ചു. എന്തുകൊണ്ട്? ഭഗവാൻ നേരത്തെ അവതാരമാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ രാവണനെ വധിച്ചില്ല? അത് ഭഗവാനും മനുഷ്യനായിരുന്നു. മനുഷ്യനാകുമ്പോൾ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ മാനുഷികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതിനുശേഷം ആണ് ആ അവതാരങ്ങളെല്ലാം അവതാരങ്ങളാണ്. ദൈവമാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ ദൈവമാണ്. നമ്മളെല്ലാവരും ആരാധിക്കുന്നു. ശ്രീരാമദേവൻ നമ്മളെല്ലാവരും ഇന്ന് ആരാധിക്കുന്നു. എല്ലാം അതുപോലെ ഉണ്ടായ എല്ലാ അവതാരങ്ങളും മാനുഷികമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ. അതുപോലെ അമ്മയുടെ മഹത്വം ലോകമെങ്ങും അറിയപ്പെടും. അത് യാതൊരു അനധിവിദൂര ഭാവിയിലല്ലാതെ അമ്മയുടെ ആ മഹത്വം, അമ്മയുടെ ആ ശക്തി, അമ്മയുടെ ആ കഴിവ് ലോകം മുഴുവനും അറിയപ്പെടും. നമ്മൾ അമ്മയെ കാണാൻ വരുമ്പോൾ അമ്മ നമുക്ക് പവർ തരികയാണ്. ആ പവർ നമുക്ക് ആദ്യം നമുക്കത് എന്താണെന്ന് മനസ്സിലാവുകയില്ല. പിന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ആ വ്യത്യാസം, ഭഗവാന്റെ പവർ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ വ്യത്യാസം നമ്മൾ അനുഭവിച്ചറിയുക തന്നെയാണ്. അടുത്ത് നിങ്ങൾ വീട്ടിലിരുന്ന് അമ്മയെ വിളിക്കും, അമ്മ എനിക്ക് ഇന്നതാണ്, അമ്മ എനിക്ക് പവർ വേണം. അമ്മ പവർ തരും. സ്വാഭാവികമായിട്ടും ആ പവർ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കും. നമുക്കത് അനുഭവപ്പെടുക തന്നെ ചെയ്യും. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്, എത്രയോ അനുഭവങ്ങൾ. ഞാൻ ഓരോരുത്തരുടെ അമ്മയുടെ അനുഭവം പറയുമ്പോൾ പ്രഷർ നിങ്ങൾ ചെക്ക് ചെയ്താൽ, തൈറോയിഡ് നിങ്ങൾ ചെക്ക് ചെയ്താൽ, എന്തിനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? 3 വർഷം ഗുളിക കഴിക്കാതിരിക്കാൻ ഒരു മനുഷ്യന് പറ്റൂ? പ്രഷർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈറോയിഡ് ഉണ്ടെങ്കിൽ 3 ദിവസം ഇരിക്കാൻ പറ്റുമോ? പിന്നെയാണ് 3 വർഷത്തെ കാര്യം പറയുന്നത്. 3 വർഷം കൊണ്ട് ഞങ്ങൾ ഗുളിക കഴിക്കുന്നില്ല. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു. ഞാൻ എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. എനിക്കതിൽ യാതൊരുവിധ നാണക്കേടോ, ഏറ്റവും വലിയ ഇതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഭിമാനമാണ്, അല്ലെങ്കിൽ എൻ്റെ ഈ ജന്മം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എനിക്ക് അമ്മയെ നേരിട്ട് കാണാൻ സാധിച്ചത്. അമ്മയിലൂടെ നമ്മൾ ഭഗവാനെ അറിയുന്നത്. അമ്മ തന്നെ
ദൈവമാണ്, അമ്മ തന്നെ അവതാരമാണ്. ഇതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഭവങ്ങളും 90 വയസ്സിനോട് അടുപ്പിച്ച എൻ്റെ അമ്മ ഇതാ ഇന്നും അമ്മ, ഞാനിവിടെ അമ്മയെ വിളിക്കും. അമ്മ, എൻ്റെ അമ്മയ്ക്ക് രാവിലെ എണീറ്റിപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്, അമ്മ പവർ കൊടുക്കും. 90 വയസ്സായ അമ്മ ഇന്നും അമ്മയുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് നമ്മളാരും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അമ്മ തന്നെ അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുന്നു. അത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. എത്രയോ വർഷം ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. ഇന്നൊരു ഗുളികയില്ല, തൈലമില്ല, യാതൊന്നുമില്ല. അമ്മ സുഖമായിട്ട് അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നു. എൻ്റെ ഭർത്താവ് അതുപോലെ തന്നെയാണ്. എനിക്കൊരു മകളുണ്ട്. അവൾ ജനിച്ച സമയം മുതൽ അവൾക്ക് എന്നും ജനിച്ചൊരു 3 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്നും ജലദോഷവും പനിയും എല്ലാം ആയിരിക്കും. ഇപ്പോൾ അങ്ങനെ എന്ത് വന്നാലും അവർക്ക് ഒരു ജലദോഷം വരികയാണെങ്കിൽ ഉടനെ അമ്മയെ വിളിക്കും. അമ്മ ഓറ് കൊടുക്കും. അത് ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ, അത് കഴിയുമ്പോൾ അങ്ങ് മാറുന്നു. ഇതിനേക്കാൾ വലിയ ഒരു അത്ഭുതം എന്താണ് നടക്കാനുള്ളത് ഈ ഭൂമിയിൽ? നമ്മുടെ നിസ്സാരം പോലെ മാറ്റി തരുന്ന അമ്മ. അത് നമ്മുടെ അനുഭവം. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഇത് ഭഗവാന്റെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ അനുഭവമാണ് നമ്മൾ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, അമ്മ ഒരു കവയത്രിയോ ഒരു എഴുത്തുകാരിയോ അല്ല, സാധാരണ ഒരു സ്ത്രീ ആയിരുന്ന ആളാണ്. എന്നാൽ ഇന്ന് അമ്മ എഴുതുന്ന കവിത പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ നമ്മളെ അത് ഇരുത്തി ചിന്തിപ്പിക്കും. അതിലൊരു പാട്ട് എനിക്ക് പാടാൻ അറിഞ്ഞുകൂടാ. അതിലൊരു പാട്ടാണ്, ആകാശത്തെ നോക്കിയാൽ താങ്ങില്ല തൂണില്ല, ചലിക്കാത്ത സൂര്യനെ നോക്കിയാൽ ചലനവും കറക്കവുമുണ്ട്, ചലിക്കുന്ന ഭൂമിയെ നോക്കിയാൽ ചലനവും കറക്കവുമില്ല. ഇതൊക്കെ എത്രയോ അർത്ഥവത്തായ പാട്ടുകൾ. ഇതൊക്കെ 1 2 ആണ്. ഇതുപോലെയുള്ള എത്രയോ കവിതകൾ അമ്മ എഴുതി. അവസാനം അമ്മ കൽക്കി എന്ന് പറഞ്ഞൊരു കവിത എഴുതി. അത് ആ അമ്മയുടെ അവതാര ലക്ഷ്യമാണ് ആ കവിതയിൽ പറയുന്നത്. ആ കവിത വായിച്ചാൽ നമ്മൾക്കത് മനസ്സിലാകും. ഇത് കേൾക്കുന്ന എല്ലാവരും അമ്മയുടെ കവിതകൾ വായിക്കാൻ ശ്രമിക്കണം, അമ്മയെ അറിയാൻ ശ്രമിക്കണം, അമ്മ ആരാണെന്ന് മനസ്സിലാക്കണം, അമ്മ എഴുതുന്ന പുസ്തകങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അമ്മ തന്നെയാണ്. അമ്മ കൽക്കി അവതാരം തന്നെയാണ്. ഇത് എല്ലാ മനുഷ്യനും ഇത് ശ്രദ്ധിച്ച് എല്ലാ മനുഷ്യനും അമ്മയെ മനസ്സിലാക്കി ഭഗവാനെ മനസ്സിലാക്കി ജീവിക്കാൻ എല്ലാ മനുഷ്യനും ശ്രമിക്കണം. അമ്മ ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുന്ന അവതാരമാണ്. മനുഷ്യന് പവർ തരുന്നു, ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുന്നു. മരങ്ങൾക്കും ചെടികൾക്കും എല്ലാത്തിനും അമ്മ പവർ കൊടുക്കുന്നു. നമ്മൾ തന്നെ ഒരു ചെടി കൊണ്ട് നട്ട് ചെടി കരിഞ്ഞു പോവുകയാണെന്ന് അമ്മയെ വിളിച്ചാൽ അമ്മ അതിന് പവർ കൊടുക്കും. കരിഞ്ഞു പോയ ആ ചെടി അല്ലെങ്കിൽ ആ മരം തിളർത്ത് വരും. പക്ഷി മൃഗാദികൾക്ക് അമ്മ പവർ കൊടുക്കും. എല്ലാത്തിനും മൃഗങ്ങളുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഉടനെ അമ്മയെ വിളിക്കും, അമ്മ അതിനിങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്, ഒന്ന് പരിഹരിക്കണം. അപ്പോഴമ്മ അതിന് പവർ കൊടുക്കും. പവർ കൊടുക്കുമ്പോൾ എത്ര വയ്യാതിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ അതിനെല്ലാം ഉണർവുണ്ടാകും. അതിന് പഴയ ആരോഗ്യം വീണ്ടും കിട്ടുന്നു. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ ഇവിടെ പട്ടിയുണ്ട്. പട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും ഞാൻ അമ്മയെ വിളിക്കും. അമ്മ പട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെയൊരു ബുദ്ധിമുട്ട്, അമ്മ അതിന് പവർ കൊടുക്കും. 2 ദിവസം കഴിയുമ്പോൾ പട്ടി സാധാരണ പോലെയാവും. പട്ടി ചിലപ്പോൾ ആഹാരം കഴിക്കില്ല. അതിനെപ്പോഴും വിളിക്കും, അമ്മ ഇങ്ങനെ എന്തുകൊണ്ടോ അത് ആഹാരം കഴിക്കുന്നില്ല. അമ്മ അപ്പോഴും അതിന് പവർ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ പട്ടി കഴിച്ച് സാധാരണ പോലെ, അതിന് യാതൊരു അസുഖമുള്ളതായിട്ടൊന്നുമില്ല. അത് കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്നു. നമുക്ക് തന്നെ ചിലപ്പോൾ അമ്മ രാവിലെ എണീക്കുമ്പോൾ ഒരു വയറിനൊരു ബുദ്ധിമുട്ട്, അമ്മ എന്തോ ഒരു അസ്വസ്ഥത, അമ്മ പറയും അത് ശക്തികളിരിക്കുകയാണ്, ഇന്ന മന്ത്രം പറഞ്ഞാൽ മതി, അപ്പം ശക്തികളിഞ്ഞ് വന്നോളൂ, അപ്പം നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും. അതുപോലെ നമ്മൾ മന്ത്രം പറയുന്നു, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും മാറുന്നു. കുറച്ച് നേരം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അത് കഴിയുമ്പോൾ എല്ലാം മാറും. ഇതൊന്നും ലോകത്തൊന്നും ആർക്കും കിട്ടുന്നതോ മറ്റാർക്കും കൊടുക്കാൻ പറ്റുന്നതോ അല്ല. ഇത് അമ്മയ്ക്ക് മാത്രം പറ്റുന്ന ശക്തികളാണ്. അമ്മ വഴക്ക് പറയും. ശരിക്കും എപ്പോഴും നമുക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ടാവും. എന്തിനാണ് അമ്മ നമ്മളതിനെ വഴക്ക് പറയുന്നത്? പക്ഷേ അമ്മ പറയുന്നത് ഭഗവാന്റെ കാര്യങ്ങളാണ്. നമ്മളത് മനസ്സിലാക്കണം. അമ്മ നമ്മളെ വഴക്ക് പറയുന്നത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വഴക്ക് പറയുമ്പോൾ ആ ബുദ്ധിമുട്ട് അമ്മയ്ക്കും ഉണ്ടാകുന്നു. കുറച്ച് കഴിയുമ്പോൾ അമ്മ പറഞ്ഞത് കാര്യമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് മാറും. പക്ഷേ നമ്മൾ വഴക്ക് പറഞ്ഞാൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? അമ്മ ഇവിടെ നമ്മൾ ആര് വന്നാലും ആദ്യം പറയും അനുസരണ ഉണ്ടെങ്കിൽ മാത്രമേ
ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങൾ എത്രയോ പേരെ കൊണ്ടുവന്നു. അവർ വരും, ഇവിടെ വരുന്നവരൊക്കെ വിചാരിക്കുന്നത് എന്താണ്, എന്തോ ഇവിടെ അങ്ങനെ ഉരുട്ടി വെച്ചേക്കാണ്, അതങ്ങ് കൊണ്ടിപ്പോൾ പോകാം. പക്ഷേ അങ്ങനെയല്ല. എല്ലാം ക്ഷമയോടുകൂടി അനുസരിച്ച് നമ്മൾ വരുമ്പോൾ, നമ്മളെല്ലാം ക്ഷമയോട് അനുസരിക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടും എന്ന് മനസ്സിലാക്കുന്നവർ ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ഭഗവാൻ തരും എന്ന് നമ്മൾ വിചാരിച്ച് ക്ഷമയോടുകൂടി അനുസരണയോടുകൂടി പിടിച്ചു നിന്നാൽ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ തരും. നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ വലിയ അപകടങ്ങളും ഭഗവാൻ ഒഴിവാക്കി തരും. എല്ലാ ദുരിതങ്ങളും ഒഴിവാക്കി തരും. അസുഖം ഇല്ല, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അസുഖമില്ല, അതൊരു നഗ്ന സത്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ തരും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. ഭഗവാനെ, എനിക്ക് ധാരാളം അനുഭവങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായി. ഇത് വളരെ കുറച്ച് മാത്രമേ എൻ്റെ ഓർമ്മയിൽ വന്നുള്ളൂ. അത് എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ മറന്നുപോയ കാര്യങ്ങൾ ഒരുപാട് ഉണ്ട്, ഒരുപാടുണ്ട്. എല്ലാം എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ഇനിയും എനിക്കിതുപോലെ ഭഗവാനെക്കുറിച്ച് പറയാൻ, അമ്മയെക്കുറിച്ച് പറയാൻ, കൽക്കി അവതാരമായ അമ്മയെക്കുറിച്ച് പറയാൻ ഇനിയും എനിക്ക് അവസരമുണ്ടായാൽ എനിക്കിനിയും ഒന്നും പറഞ്ഞ് മതിയായില്ല. പക്ഷേ ഓർമ്മയിൽ വരുന്നു, ഇത്രയേ വരുന്നുള്ളൂ. ഇനിയും എനിക്കിത് പറയാനുള്ള അവസരം ഉണ്ടാക്കി തരണേ. ഭഗവാന്റെ അവതാരങ്ങൾ പറയാൻ, കൽക്കി അവതാരമായ അമ്മയുടെ അവതാരങ്ങൾ പറയാൻ എനിക്ക് ഇനിയും കഴിയണേ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നന്ദി ഭഗവാനെ, നന്ദി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.